ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനം ഒരുപാട് നാൾ നമ്മൾ ഓടിച്ചു, ഏകദേശം ഒരു 4 വർഷത്തോളം ഓടിച്ചതിന് ശേഷം ഒരു കുഴപ്പവും നമ്മുടെ വാഹനത്തിന് ഉണ്ടാകുന്നില്ല. പക്ഷേ ഓട്ടം തീരെ കുറവാണ്. ഏകദേശം 12,000 കിലോമീറ്റർ 4 വർഷം കൊണ്ട് ഓടിയിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് വാഹനം ചോദിച്ചു, ഞാൻ വാഹനം കൊടുത്തു വിട്ടു. അവനൊരു ലോങ് ഡ്രൈവാണ് പോയത്. ലോങ് ഡ്രൈവ് എന്ന് ഏകദേശം ഒരു 1000 കിലോമീറ്റർ അടുപ്പിച്ച് കവർ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് എന്നോട് വിളിച്ച് പറയാണ് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. അന്നേരം ശരിക്കും എനിക്ക് ചിന്ത വരുന്നൊരു കാര്യം എന്തായിരിക്കും, അല്ലെങ്കിൽ ആസ് എ കസ്റ്റമർ, അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വാഹനമായിട്ട് പോയി കുറേ ദൂരം ഓടിച്ചും തിരിച്ച് വന്നിട്ട് പറയുകയാണ് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. ഏകദേശം ഒരു 5 വർഷമൊക്കെ കിട്ടുന്ന ബാറ്ററി അല്ല, പെട്ടെന്ന് എന്തുകൊണ്ട് പോയി? അതായത് 4 വർഷം വരെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതിരുന്നൊരു ബാറ്ററി കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം വാഹനം കൊണ്ടുപോയൊരു വ്യക്തി എന്നെ വിളിച്ച് പറയാം കംപ്ലയിൻ്റാണ്. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ശരിക്കും ആ വ്യക്തിയുടെ മേലിൽ, അല്ലെങ്കിൽ ആ കൊണ്ടുപോയ വ്യക്തിക്ക് ഒരു തെറ്റും പറയാനില്ല. കാരണം ആ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി 4 വർഷമായിട്ട് വലിയ ചാർജിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ലായിരുന്നു. വളരെ മൈൽഡായിട്ടുള്ള ചാർജിങ്, അതായത് ചെറിയ ഓട്ടങ്ങൾ മാത്രമാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും 4 വർഷം കൊണ്ട് 11 കിലോമീറ്റർ അല്ലെങ്കിൽ 11,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തീരെ കുറവാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേ സ്ഥാനത്ത് ഈ പറഞ്ഞൊരു വ്യക്തി ഈ വാഹനം ഒറ്റ ദിവസം കൊണ്ട് 1000 കിലോമീറ്റർ ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിന്തിക്കാം, ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോഴേക്കും ഇതുപോലെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. വാഹനത്തിൻ്റെ ബാറ്ററി ഇങ്ങനെ ചാർജ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ സഡനായിട്ടുള്ള ചാർജിങ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ബാറ്ററിയുടെ സെൽ ഒന്നാമത്തെ കാര്യം വീക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ചാർജും കൂടെ കയറുന്ന സമയത്ത് ഉള്ളതും കൂടെ പെട്ടെന്ന് വീക്കായി പോകും. അതുകൊണ്ടാണ് ശരിക്കും കുറച്ച് പഴക്കമുള്ള ബാറ്ററീസൊക്കെ നമ്മൾ കുറേ ലോങ് ഒക്കെ പോകുന്ന സമയത്ത്, അതായത് പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഓട്ടം തീരെ കുറവുള്ള വാഹനം കൊണ്ട് പെട്ടെന്നൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. സെൽഫ് ഡിസ്ചാർജ് ഉണ്ടാകും, ബാറ്ററിയുടെ സെല്ലിന് കംപ്ലയിൻറ്റ് വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പോട്ട് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ വാഹനം ഒരുപാട് പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വിടുക ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ്. അങ്ങനെ മാറി വിടുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം ബാറ്ററി എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല, നമ്മുടെ വാഹനത്തിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു വലിയൊരു അസംബ്ലി തന്നെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടൊരു കാര്യമാണ്. എല്ലാത്തിലോട്ടും കൃത്യമായിട്ടുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുക്കാനും നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്സറീസിൽ പോലും ഒരു വോൾട്ടേജ് വേരിയേഷനോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി തന്നെയാണ്. അതുകൊണ്ട് ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റ് വന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ബാറ്ററി മാറുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ECM BCM ഇങ്ങനെ വില കൂടി ഒരുപാട് പാർട്സുകളുണ്ട്. നമ്മുടെ ഫ്യൂൽ പമ്പ് പോലും ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വോൾട്ടേജ് വേരിയേഷനൊക്കെ വരികയാണെങ്കിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സെൻസേഴ്സ് ആണെങ്കിൽ പോലും അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മാറി വിടുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ കൊണ്ടുപോകുന്നയാളെ ചീത്ത പറയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കൊണ്ടുപോകുന്നൊരു വ്യക്തി മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല. ഇതുപോലൊരു ലോങ് ഡ്രൈവ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നോർമലി വരുന്നതാണ്.